ബീച്ച് ലവേഴ്സ് ടീം ഇപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ ഇടക്കൽ ഗുഹ. വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി സ്ഥലമാണ്. അതിലെ ചരിത്ര പ്രാധാന്യം വളരെ വലുതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും പ്രാചീനമായ നവീന ശിലായുഗത്തിലെ ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പോലും മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അത് കാണിക്കുന്നത്. ഇടക്കൽ ഗുഹ എന്ന് പേര് വരാൻ കാരണം ഈ കാണുന്ന രണ്ട് മലകൾ, രണ്ട് പാറകൾ, അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ട് ഇടയ്ക്കൽ വന്നു. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്കൽ ഗുഹ എന്ന് പേര് വന്നത്. ബീച്ച് ലവേഴ്സിൻ്റെ എല്ലാ യാത്രകളും ചരിത്രത്തിന് കൂടി പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്കാണ്. വിനോദവും ഉല്ലാസവും ആനന്ദവും ഒക്കെ കണ്ടെത്തുക എന്നുള്ളതിനപ്പുറം അറിവ് തേടിയുള്ള യാത്രകൾ കൂടിയാണ് ബീച്ച് ലവേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബീച്ച് ലവേഴ്സിൻ്റെ ടീം ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങളെ വളരെ പ്രയാസപ്പെട്ടിട്ടും വളരെ ശ്രമകരമായ ദൗത്യങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. വളരെ താഴ്ചയിൽ നിന്നാണ് ഇങ്ങോട്ട് കയറി വരേണ്ടത്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളും യുവാക്കളും നമ്മുടെ ഈ അതിർത്ത പ്രദേശം വയനാട് ജില്ലയിലുള്ള ഇടക്കൽ ഗുഹ കണ്ടിരിക്കണം. നമ്മൾ പാഠപുസ്തകത്തിലെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലോക ചരിത്രത്തിൽ തന്നെ ഇടം നേടാവുന്ന പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇടക്കൽ ഗുഹ. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പ്രകൃതി നമുക്ക് തിരഞ്ഞെടുക്കി അരുളിയിട്ടുള്ള, നമ്മൾ കടലിൻ്റെ ഭാഗത്ത് വരുന്നു, കാട്, മല, ഇതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിനും എത്രയോ അപ്പുറമാണ്. ആ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ദൗത്യം കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് ചരിത്രത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ബീച്ച് ലവേഴ്സിൻ്റെ ഇത്തരം യാത്രകൾ ഇനിയും തുടരും. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. ഇന്ന് ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം രഞ്ജനുണ്ട്, അദ്ദുക്കുണ്ട്, അങ്ങനെ തുടങ്ങി പല ആളുകളും, കൂടുതൽ ആളുകൾ ബീച്ച് ലവേഴ്സിനോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തില് ഇന്ന് കയറാൻ പറ്റുമോ എന്ന് തോന്നിയിരുന്നില്ല. അവർ ഏതാണ്ട് പകുതി കയറിയപ്പോൾ തോന്നി ഈ പരിപാടി നിർത്താണ്. പക്ഷെ ഇതിൻ്റെ ഒരു ഈ ടീമിൻ്റെ ഒരു ശക്തിയാണ്. ഞാനും അതേമാതിരി എൻ്റെ അളിയനും എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ഒരു ടീമിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്. അതാണ് എന്തായാലും കുറച്ച് കയറാൻ വളരെ പ്രയാസമുള്ള ഏരിയയിൽ കൂടെ കവർ ചെയ്യാൻ സഹായിച്ച എൻ്റെ ബ്രദേഴ്സ് എല്ലാവർക്കും നന്ദി. ഇത്രയൊരു മനോഹരമായ ചരിത്ര പ്രധാനമുള്ള ഇത്രയൊരു നല്ല ഗുഹ കാണാൻ കിട്ടിയ ചാൻസ് കൂടെ ഞാൻ വന്നുകൊണ്ടാണെന്നുള്ള ഒരു സംശയം. താങ്ക് യു.